ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താ ഹരിച്ചേട്ടാ? ഇവിടെ നമ്മൾ പട്ടിണിയാണെന്നൊക്കെ നീ അമ്മയോട് പറഞ്ഞോ? അങ്ങനെ പറഞ്ഞില്ല, ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതിലും ഭേദം നിനക്ക് എന്നെ അങ്ങ് കൊല്ലായിരുന്നില്ലേ? എന്നെ വിവരം അറിയിച്ച കാര്യം പറഞ്ഞ് നിങ്ങൾ പരസ്പരം വഴക്കടിക്കണ്ട. മനുഷ്യർക്ക് ആർക്കായാലും ആപത്തുകളും അതിന്റെ പേരിൽ ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും മോനെ. അപ്പോഴാണ് സ്വന്തക്കാരും ബന്ധുക്കളും ഒക്കെ ഉണ്ടാവുന്നത്. മോനെ, സ്വന്തക്കാര് വരുന്നോണ്ടോ അവരുടെ സഹായം സ്വീകരിക്കുന്നോണ്ടോ ഒരു തെറ്റുമില്ല. അതൊന്നും ഒരു ദുരഭിമാനമായിട്ട് കാണല്ലേ. അതൊന്നും സാരല്ലമ്മേ. ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രയാസം ഉണ്ടായാലും അതിന് ഞങ്ങൾ തന്നെ ഉത്തരവാദികൾ. കാരണം ഞങ്ങൾ ഒരുമിച്ച് ചേർന്നത് ഞങ്ങളുടെ മാത്രം ഇഷ്ടപ്രകാരമാണല്ലോ. ഇതൊക്കെ എന്ത് ന്യായവാദമാ മോനെ? നിങ്ങൾക്ക് വീട്ടുകാരും മാതാപിതാക്കളും ഒന്നും വേണ്ടതാണോ പറഞ്ഞു വരുന്നേ? അങ്ങനെയല്ല രാധമ്മ ഞാൻ ഉദ്ദേശിച്ചത്. ഉദ്ദേശം എന്തായാലും തൽക്കാലം അതങ്ങ് മാറ്റി വെച്ചേക്ക്. വേഗം രണ്ടുപേരും റെഡിയാവ്, നമുക്ക് വീട്ടിലേക്ക് പോവാം. ഏത് വീട്? ഞങ്ങളുടെ വാടക വീട്ടിലേക്ക്. ഞങ്ങൾക്ക് വാടക വീടാണെങ്കിലും മോനത് സ്വന്തം വീടല്ലേ? ആ വീടും എന്റെ വീട്ടുകാരുമായിട്ട് എനിക്കിപ്പോ യാതൊരു ബന്ധവുമില്ലമ്മേ. അതെന്തു ആവട്ടെ, വേണുവേട്ടനും ഞാനും രാജുവും താമസിക്കുന്ന വീട് അതേതായാലും അത് നിങ്ങൾക്ക് കൂടെ ഉള്ളതാ. വാ, നമുക്ക് അങ്ങോട്ട് പോവാം. മോളെ, വേഗം റെഡിയാവ്, ഞാൻ പോയി ഒരു ഓട്ടോ വിളിച്ചിട്ട് വരാം. രാധമ്മേ, ഈ ഒരു അവസ്ഥയിൽ അവിടെ വന്ന് നിൽക്കുന്നത് വ്യക്തിപരമായിട്ട് എനിക്ക് അപമാനമേ. അതുകൊണ്ട് ഞാൻ വരില്ല. രാധമ്മ എന്നെ നിർബന്ധിക്കരുത് പ്ലീസ്. മോനെ, ഞാൻ അവിടെ വന്ന് കുറച്ചു ദിവസം താമസിച്ച എന്റെ വീട്ടുകാരുടെ മുന്നിൽ കുനിയുന്നത് ഇവളുടെ തലയായിരിക്കും. തൽക്കാലം ഇവളെ അവരുടെ മുന്നിൽ നാണം കെടുത്താൻ ഞാൻ തയ്യാറില്ല. എനിക്ക് രാധമ്മയോടും വേണുവങ്കളിനോടും രാജുവിനോടൊക്കെ സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട്. പക്ഷേ ഇപ്പൊ ഞങ്ങൾ അങ്ങോട്ട് വരുന്നില്ല. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങുക. എല്ലാം മോന്റെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. മോളൊന്ന് വന്നേ. മോളെ, ഞാൻ കൊണ്ടുവന്ന പാക്കറ്റില് ആപ്പിളും മുന്തിരിയും കുറച്ച് ബേക്കറി സാധനങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ എന്താവശ്യം ഉണ്ടെങ്കിലും അമ്മയെ വിളിച്ച് പറയാൻ മടിക്കരുത്. ഹരീഷ് എന്റെ മോളെ പ്രാണനെ പോലെ സ്നേഹിക്കുക. നിങ്ങളുടെ സങ്കടമൊക്കെ മാറും. അവനറിയണ്ട. അമ്മ തന്നതാന്ന് പറയും വേണ്ട. എന്തുണ്ടെങ്കിലും
എന്റെ മോളെ അമ്മയെ വിളിക്കാൻ മടിക്കരുത്. ഇതെന്താ ചിൽഡ്രൻസ് പാർക്കിലെ പ്രതിമ പോലെ ഇവിടെ വന്ന് നിൽക്കുന്നത്? പ്രതിമയോ? ആ, വെറും പ്രതിമയല്ല, വെണ്ണക്കൽ പ്രതിമ. ഞാനിപ്പോ ജീവനൊന്നും ഇല്ലാത്ത പ്രതിമയാ രാജു. മാഡം എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? എന്തെങ്കിലും റീസണുള്ള ആളുകളിൽ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? ഇത് ഇപ്പൊ ഒരു റീസണും ഇല്ലാതെ, മതിയായ കാരണങ്ങളില്ലാതെ കരയാനും വിഷമിക്കാനും ഒക്കെ എനിക്ക് വട്ടുണ്ടോ രാജു? ആ അത് തന്നെയാ ഞാനും ചോദിക്കുന്നത്. മാഡം എന്തിനാ ഈ കരയുന്നത്? ദേ, സങ്കടപ്പെട്ടിരിക്കുന്ന മാഡത്തെ കാണാനേ ഒട്ടും ഭംഗിയില്ല കേട്ടോ. സൗന്ദര്യം പോവെന്ന് കരുതി ആരെങ്കിലും കരയാതിരിക്കുവോ രാജു? എനിക്ക് കരച്ചിൽ വന്നു, കൺട്രോൾ ചെയ്യാൻ ഞാൻ നോക്കി, പറ്റിയില്ല. രാജു ഇമോഷൻസിനും സെന്റിമെന്റ്സിനും ഒന്നും ഒരു വിലയും കൊടുക്കുന്ന ആളല്ലല്ലോ. മാഡം, നമ്മൾ നമ്മുടെ ഇമോഷൻസിനൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കുന്നതേ മറ്റുള്ളവരിലേക്ക് നോക്കാഞ്ഞിട്ടാ. എന്തെല്ലാം തരത്തിലാണ് മറ്റുള്ളവർ വേദനിക്കുന്നതെന്ന് മാഡം തിരക്കിയിട്ടുണ്ടോ? അതൊക്കെ വെച്ച് നോക്കുമ്പോ മാഡത്തിന് എന്ത് ദുഃഖമുണ്ടെന്നാ മാഡം ഇപ്പൊ ഈ പറയുന്നത്? അതൊക്കെ ശരിയായിരിക്കാം, പക്ഷെ എനിക്ക് എന്റെ കാര്യമല്ലേ പറയാൻ പറ്റൂ. എനിക്കൊരു ഡൗട്ടുണ്ട് രാജു. അത് കുറെ നാളായിട്ടുള്ളതാ. ഞാൻ ചോദിച്ചോട്ടെ? ആ, ചോദിക്കുന്നതിൽ വിരോധമൊന്നും ഇല്ലല്ലോ? എന്ത് വിരോധം? മാഡം ചോദിക്കേ. മാഡത്തിന്റെ ചോദ്യത്തിന് ഉത്തരം തന്നില്ലെങ്കിൽ ഞാൻ എന്ത് മനുഷ്യനാ? മനുഷ്യനോ രാജുവോ? രാജു ഒരു മനുഷ്യനാണോ രാജു? രാജുവിന്റെ നെഞ്ചിനുള്ളിലെ കരിങ്കല്ലാണോ അതോ ഹൃദയമാണോ? ആ, ഹാർട്ട് ബീറ്റ് ഉണ്ടല്ലോ, ഹൃദയം തന്നെയാ, നോ ഡൗട്ട്. കളിയാക്കല്ലേ മനുഷ്യന് വെറുതെ. ഹാർട്ടുണ്ടെങ്കിൽ ഫീലിങ്സ് ഉണ്ടാവുമല്ലോ. രാജുവിന് എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടോ? എനിക്ക് എന്ത് ഫീലിങ്സാ ഇല്ലാത്തത് മാഡം?